നമസ്കാരം. ചരിത്രത്തിൽ ഇതുവരെ ആരും ചർച്ച ചെയ്യാത്ത ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും വലിയ നിയമപരമായ ഗൂഢാലോചനയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് കേവലം ഒരു ബില്ലായിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ നട്ടെല്ലൊടിക്കാൻ വേണ്ടി രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹത്തെ ലക്ഷ്യമിട്ട് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സൂപ്പർ പവർ സംഘം രഹസ്യമായി ഡ്രാഫ്റ്റ് ചെയ്ത ഒരു ചതിക്കൂടിയായിരുന്നു. നിങ്ങൾക്കറിയാമോ, 2011 കോൺഗ്രസ് അവതരിപ്പിക്കാൻ ശ്രമിച്ച പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണൽ ആൻഡ് ടാർഗറ്റഡ് വയലൻസ് ബിൽ, അതായത് ഒരർത്ഥത്തിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ മരണ വാറണ്ട് എന്ന് തന്നെ ഇതിന് പറയാം. ഇത് പാസ്സായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ പലരും ഒരുപക്ഷെ തീവ്രവാദികളായോ കലാപകാരികളായോ മുദ്രകുത്തപ്പെട്ട് ജയിലറുകളിൽ കിടന്നേനെ. എന്തായിരുന്നു ആ ബില്ലിലെ അത്യന്തം അപകടകരമായ വകുപ്പുകൾ? പൗരന്മാരെ ഗ്രൂപ്പ് എന്നും അതേഴ്സ് എന്നും തരംതിരിച്ച് ഹിന്ദുക്കളെ മാത്രം എങ്ങനെ വേട്ടയാടാൻ അവർ പദ്ധതിയിട്ടു? ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം അനുകൂലമായി നിയമം എഴുതിയുണ്ടാക്കിയ കോൺഗ്രസിന്റെ ആ വർഗീയ അജണ്ട നമ്മൾ തുറന്നു കാണിക്കാനായി പോവുകയാണ്. ഇന്ത്യയെ വിഭജിക്കാൻ തയ്യാറായ ആ പാർട്ടി 2014 എങ്ങനെ തകർന്നു എന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. സത്യം കൈപ്പേറിയതാണ്, പക്ഷെ അത് പറയേണ്ടത് അത്യാവശ്യമാണ്. ഒരു നിയമം രാജ്യത്ത് വരണമെങ്കിൽ അതിന് വ്യക്തമായ ഭരണഘടനാപരമായ നടപടിക്രമങ്ങളുണ്ട്. എന്നാൽ ഈ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തത് പാർലമെന്റിന് പുറത്താണ്. അന്നത്തെ UPA ഭരണകൂടത്തിൽ സൂപ്പർ പവറായി വാണിരുന്ന സോണിയാഗാന്ധി അധ്യക്ഷനായിരുന്ന നാഷണൽ അഡ്വൈസറി കൗൺസിൽ വഴിയാണ് ഈ ബില്ല് രൂപീകരിക്കുന്നത്. ഇവിടെയാണ് ഞെട്ടിപ്പിക്കുന്ന ആദ്യത്തെ വസ്തുത. രാജ്യത്തെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആരുമായും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെയോ ഭരണഘടനാ വിദഗ്ധരെയോ നിയമവിദഗ്ധരെയോ ആരുമായും യാതൊരുവിധ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ തേടാതെയാണ് ഈ ബില്ലിന്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയത്. ഈ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത വ്യക്തികൾ ആരെന്ന് നോക്കാം. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ജോൺ ദയാൽ, ഹർഷ് മന്ദേർ, ഫർഹാൻ നഖ്വി, ടീസ്റ്റ സെതൽവാദ് എന്നിവർ രാജ്യത്തെ സുപ്രധാനമായ ഒരു നിയമം പുറത്തൊരു അഡ്വൈസറി കൗൺസിൽ രൂപീകരിച്ച് പ്രത്യേക താല്പര്യമുള്ള ചില വ്യക്തികളെ വെച്ച് എഴുതിയെടുക്കുക. ഇവിടെ ഭരണഘടനയെ അവർ പരസ്യമായി വെല്ലുവിളിക്കുകയായിരുന്നില്ലേ? NAC പോലെയുള്ള കൗൺസിലിന് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരാൻ എന്ത് അധികാരമാണുള്ളത്? ഈ ബില്ലിൽ 9 അധ്യായങ്ങളും 138 ക്ലോസുകളും ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം ആത്മാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വകുപ്പ് ഏതായിരുന്നു എന്നല്ലേ? ഇതാണ് അനുച്ഛേദം 3. ഈ ഒറ്റ അനുച്ഛേദം മതിയായിരുന്നു ഇന്ത്യയിലെ ഭൂരിപക്ഷ സമൂഹത്തിന് നട്ടലൊടിക്കാൻ. ഈ ബില്ലിലെ അനുച്ഛേദം 3 ഈ പ്രകാരം ഇന്ത്യൻ പൗരന്മാരെ രണ്ടായി തരംതിരിക്കുന്ന, ഒന്ന് ഗ്രൂപ്പ് 1, പിന്നെ ഗ്രൂപ്പ് 2 അതേഴ്സ്. ആരാണ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവർ? മതന്യൂനപക്ഷങ്ങളും ഭാഷാ ന്യൂനപക്ഷങ്ങളും. ഇവിടെയാണ് കോൺഗ്രസിന്റെ കുബുദ്ധി മനസ്സിലാക്കേണ്ടത്. കേവലം മുസ്ലിം വിഭാഗത്തിന് മാത്രമാണ് ഈ ബില്ലുണ്ടാക്കിയതെന്ന ആരോപണം വരാതിരിക്കാൻ താൽക്കാലികമായി SC ST വിഭാഗത്തെയും ഈ ഗ്രൂപ്പ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ആരാണ് അതേഴ്സ് കാറ്റഗറിയിൽ ഉൾപ്പെട്ടത്? സ്വാഭാവികമായും രാജ്യത്തെ ഭൂരിപക്ഷ സമുദായമായ ഹിന്ദുക്കൾ. ഇവിടെ കോൺഗ്രസ് ഒരു സുപ്രധാന ഭരണഘടനാ റിപ്പോർട്ട് മനഃപൂർവ്വം അവഗണിച്ചു. രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഭാഷാ ന്യൂനപക്ഷങ്ങൾ സംസ്ഥാനങ്ങൾ തോറും മാറും. നിലവിലെ ഭരണഘടന പ്രകാരം അവരെ മികച്ച രീതിയിൽ പരിപാലിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് NAC കൗൺസിൽ പരിഗണിക്കുകയേ ചെയ്തില്ല. കാരണം ആ റിപ്പോർട്ട് കണക്കിലെടുത്താൽ ഈ വിഭാഗങ്ങളെ ബില്ലിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. വസ്തുത വ്യക്തമാണ്. മതന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനും വേണ്ടി ഉണ്ടാക്കിയ ഒരു ബില്ല് പുറത്തു ചാടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഭാഷാ ന്യൂനപക്ഷങ്ങളെയും ദളിത് ഹിന്ദുക്കളെയും പേരിന് ഉൾപ്പെടുത്തിയത്. ഈ രാജ്യത്തെ പൗരന്മാരെ നിയമത്തിന് മുന്നിൽ തുല്യരല്ലെന്ന് പ്രഖ്യാപിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് വോട്ടിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ മടിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ബില്ല്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് സത്യമാണ്. കോൺഗ്രസിന്റെ ആദ്യ പരിഗണന എന്നും മുസ്ലിങ്ങൾക്കാണ്. മുസ്ലിം വോട്ടുകൾ നേടാൻ അവർ ഈ രാജ്യത്തെ 10,000 തവണ വിഭജിക്കാനും മടിക്കില്ല. ഈ തരംതിരിവ് വെറും ഒരു പേരിലൊതുങ്ങില്ല. ബില്ലിലെ വകുപ്പുകൾ ഈ 2 വിഭാഗങ്ങളോടും എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് നോക്കാം. ഇത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങളെ തകർത്തെറിയുന്ന ഒന്നാണ്. ഗ്രൂപ്പ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിക്ക് അതേഴ്സ് കാറ്റഗറിയിലെ ഒരു വ്യക്തി തന്നെ അപമാനിച്ചു, ഉപദ്രവിച്ചു, ജോലി തടസ്സപ്പെടുത്തി എന്നിങ്ങനെയുള്ള ഒരു ചെറിയൊരു പരാതി നൽകിയ പോലും അത് ക്രിമിനൽ കേസായി കണക്കാക്കി പോലീസ് ഉടൻ കേസെടുക്കണം. തെളിവുകളോ മതിയായ അന്വേഷണമോ ആവശ്യമില്ല. ന്യൂനപക്ഷമായ ഒരാൾക്ക് ഭൂരിപക്ഷത്തിൽപ്പെട്ട ഒരാളെ ലക്ഷ്യമിടാൻ ലഭിച്ച ഒരു നിയമപരമായ ആയുധമായിരുന്നു ഇത്. ഒരു ഉദാഹരണം നോക്കാം. രാം എന്ന ഹിന്ദുവും അബ്ദുൽ എന്ന മുസ്ലിം തമ്മിൽ ഒരു സ്ഥലതർക്കത്തിൽ വാക്കുതർക്കം ഉണ്ടായി എന്ന് കരുതുക. അബ്ദുൽ ഈ ബില്ല് പ്രകാരം പരാതി നൽകിയാൽ അത് മതന്യൂനപക്ഷങ്ങളുടെ നേരെയുള്ള ഭീഷണിയായി കണക്കാക്കി രാമിനെ അറസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തീരുന്നില്ല. കേസ് ചാർജ് ചെയ്ത രാം ഏതെങ്കിലും ഒരു സംഘടനയിൽ, ഉദാഹരണത്തിന് RSS പോലെയുള്ളൊരു ഹിന്ദു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ആ സംഘടനയും ഈ കേസിൽ കുറ്റവാളിയായി കണക്കാക്കും. എന്നാൽ മുസ്ലിം ക്രൈസ്തവ സംഘടനകൾക്കാണെങ്കിൽ ഈ നിയമം ബാധകമല്ല. ഇന്ത്യയിൽ ഒരു നിയമം 2 നീതി നടപ്പാക്കാൻ ശ്രമിച്ചു. ഒരു മുസ്ലിം കച്ചവടക്കാരനോ ജോലിക്കാരനോ ഭൂരിപക്ഷ സമുദായത്തിലെ അംഗങ്ങൾ തനിക്കെതിരെ വിദ്രോഹപരമായി ദ്രോഹിക്കുന്ന ഒരു പ്രതീതി ഉണ്ടെങ്കിൽ, അതായത് കച്ചവടം നടത്താൻ പറ്റാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നു എന്ന് പരാതി നൽകിയാൽ പോലും ഹിന്ദു കച്ചവടക്കാരനെതിരെ ക്രിമിനൽ നടപടിയെടുക്കും. ഒരു തെളിവും വേണ്ട, കേവലം ഒരു പ്രതീതി മാത്രം മതി. നിങ്ങളുടെ തൊഴിൽ പോലും ഭൂരിപക്ഷമായതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ സാധാരണ ഒരു സംഘർഷത്തിലോ കലാപത്തിലോ ഇര ആണെന്ന്
അന്വേഷണത്തിലൂടെയാണ് കണ്ടെത്തുന്നത്. എന്നാൽ ഈ ബില്ല് പ്രകാരം ഇര എപ്പോഴും ന്യൂനപക്ഷം മാത്രമായിരിക്കും, വേട്ടക്കാരൻ എപ്പോഴും ഭൂരിപക്ഷമായി ഹിന്ദു സമുദായവും. കലാപങ്ങളിൽ ഇരു വിഭാഗങ്ങൾക്കും പരിക്കേറ്റാൽ പോലും, ഹിന്ദുക്കൾക്ക് കൂടുതൽ പരിക്ക് പറ്റിയാൽ പോലും ഈ ബില്ല് വഴി ഹിന്ദുക്കളെ ഇരകളായി കണക്കാക്കില്ല. കലാപ കേസുകളിൽ അറസ്റ്റ് ചെയ്യുന്ന ഹിന്ദുക്കളെ കുറ്റം തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ കുറ്റവാളിയായി കണക്കാക്കും. നിയമം അനുശാസിക്കുന്ന കുറ്റം തെളിയിക്കുന്നവരെ നിരപരാധി എന്ന തത്വം ഇവിടെ കാറ്റിൽ പറത്തി സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഒരു സർക്കാർ ലൈംഗിക ചൂഷണത്തെ പോലും വർഗീയവൽക്കരിക്കുന്നത് ഈ ബില്ലിലൂടെയാണ്. ഇന്ത്യൻ നിയമ ചരിത്രത്തിലെ ഏറ്റവും ലജ്ജാകരമായ അധ്യായം. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക ചൂഷണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമത്തിൽ ഉൾപ്പെടുത്തിയത്. ഇത് ഈ ബില്ല് പ്രകാരം. ഗ്രൂപ്പ് കാറ്റഗറിയിലെ ഒരു സ്ത്രീയെ അതേഴ്സ് വിഭാഗത്തിൽ നിന്നും ഒരാൾ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പരാതിയിൽ നൽകിയാൽ അതേഴ്സ് വിഭാഗത്തിലെ ആൾക്ക് 7 വർഷം തടവ് മുതൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കും. എന്നാൽ ഒരു മുസ്ലിമും ഹിന്ദുവും ഒരുമിച്ചൊരു കുറ്റകൃത്യം ചെയ്താൽ ഈ നിയമം ഹിന്ദുവിന് മാത്രം ബാധകമാവുകയും മുസ്ലിമിന് സാധാരണ സിവിൽ നിയമം മാത്രം ബാധകമാവുകയും ചെയ്യും. ഒരേ കുറ്റത്തിന് 2 ശിക്ഷ, മതം നോക്കി. ഇത് കേവലം നിയമനിർമ്മാണമല്ല, നിയമപരമായ അസമത്വം സൃഷ്ടിക്കാനുള്ള ആസൂത്രിത നീക്കമായിരുന്നു. ഒരു രാജ്യത്തെ പൗരന്മാരെ മതം നോക്കി ശിക്ഷിക്കുന്ന നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ സമത്വത്തിന്മേലുള്ള കടുത്ത പ്രഹരമല്ലേ ഇത്? ഭാഗ്യം കൊണ്ടോ ദൈവാനുഗ്രഹം കൊണ്ടോ ബില്ല് പാസ്സായില്ല. കോൺഗ്രസിന്റെ വർഗീയ അജണ്ടയെ അന്ന് BJP ഒറ്റക്കെട്ടായി എതിർത്തു. അതുമാത്രമല്ല, കോൺഗ്രസിന്റെ പല നയങ്ങളോടും എതിർപ്പുള്ള ഇടതുപക്ഷവും അന്ന് ഈ ബില്ലിനെ ശക്തമായി എതിർത്തു. സോണിയാഗാന്ധിയുടെ NSCക്ക് ഇങ്ങനെയൊരു ബില്ല് കൊണ്ടുവരാൻ എന്ത് അധികാരമാണുള്ളതെന്നും അന്ന് ചോദ്യം ഉയർന്നു. ഈ ബില്ല് പാസ്സായി എങ്കിൽ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിന് മാത്രമാണെന്ന നില വരുമായിരുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന പരസ്യങ്ങളോ പ്രസ്താവനകളോ ബില്ലിലെ സെക്ഷൻ 8 പ്രകാരം വർഗീയതയ്ക്ക് പ്രേരണയായി കണക്കാക്കുമായിരുന്നു. ആരുടെ ഭാഗ്യമാണെന്ന് അറിയില്ല, പക്ഷേ 2011 ഇന്ത്യ ഒരു വലിയ വിപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഹിന്ദുക്കളെ സംബന്ധിച്ച് ജീവന്റെ വിലയുള്ള ഒരു വർഷം തന്നെയായിരുന്നു. പലരും കളിയാക്കാനായി പറയാറുണ്ട്, 2014 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് വിശ്വസിക്കുന്നവർ ഇത് ഹിന്ദുത്വവാദികളെ കളിയാക്കാറുണ്ട്. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. കാരണം അതിനു മുമ്പ് ഇന്ത്യ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മുൻനിർത്തി ഭരിച്ചത് ഒരു ഇറ്റാലിയൻ വംശജയായിരുന്നു. അവരുടെ നാഷണൽ അഡ്വൈസറി കൗൺസിലാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷ സമൂഹത്തെ വേട്ടയാടാൻ ഈ നിയമം എഴുതിയുണ്ടാക്കിയത്. സുഹൃത്തുക്കളെ, കോൺഗ്രസ് എന്നും അവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ഈ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ബില്ല് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കാൻ, രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹത്തെ ക്രിമിനൽ വൽക്കരിക്കാൻ ശ്രമിച്ച ഈ നീക്കം കോൺഗ്രസിന്റെ വർഗീയ അജണ്ടയുടെ വ്യക്തമായ പ്രതിഫലനമാണ്. ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം നമ്മുടെ വോട്ടവകാശം എത്രത്തോളം വിലപ്പെട്ടതാണെന്ന്. വോട്ടിന് വേണ്ടി ഒരു രാജ്യത്തെ ജനതയെ രണ്ടായി പകുത്ത ഭരണകൂടങ്ങളെ നമ്മൾ ഓർമ്മിക്കണം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പുതിയ അറിവ് നൽകി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സത്യം മറ്റാളുകളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.